എല്ലാവരും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി വാങ്ങിക്കൊടുക്കുന്ന പഞ്ഞിമിഠായി പറയും, പല കളറിലുള്ളത്. കുട്ടികളെന്നല്ല, വല്ല കല്യാണപ്പുരകളിലൊക്കെ സജീവമായിട്ട് അതിനുവേണ്ടി പ്രത്യേക ആളെ ഏൽപ്പിക്കുകയും അയാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പിന്നെ ബോള് രൂപത്തിലാക്കിയിട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും വാരി വെടിച്ച് തിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ഞിമിഠായിക്ക് ഇപ്പൊ നിരോധനം വന്നിരിക്കുക. മാരകമായിട്ടുള്ള വിഷപദാർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാരകമായ വിഷപദാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് പോലും കാരണമാകുന്ന രീതിയിലുള്ള റൊഡാമൈൻ ബി എന്ന് പറയുന്ന രാസവസ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ രാസവസ്തു അതിൽ ചേർക്കുന്നത്? ഈ പഞ്ഞിമിഠായികൾക്കൊക്കെ പിന്നെ നല്ല നിറം കിട്ടുന്നതിന് വേണ്ടി, നല്ല രീതിയിൽ നിറങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. മഞ്ഞ, പച്ച, ചുവപ്പല്ലേ, പല രീതിയിൽ. അങ്ങനെ ഈ നിറം കിട്ടുന്നതിന് വേണ്ടി അതിൽ ചേർക്കുന്ന മാരകമായിട്ടുള്ള ക്യാൻസർ വരാൻ സാധ്യതയുള്ള, ക്യാൻസറിന് പിന്നെ സാധ്യതയുള്ള റൊഡാമൈൻ ബി എന്നുള്ള ഒക്കെ ഇപ്പോഴാണ് കണ്ടെത്തിയിട്ടുള്ളത്. കുറച്ചു മുന്നേ തന്നെ പുതുച്ചേരിയിലും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ പല ഏരിയകളിലും അത് നിരോധിച്ചിരുന്നു. ഇപ്പൊ കേരളത്തിലും നിരോധനം വന്നിരിക്കുകയാണ്. എത്രയോ സൗകര്യങ്ങളുണ്ട്, ലാബുണ്ട്, അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരിറക്കി എന്തിറക്കി എന്ന് പോലും ചിലപ്പോൾ അറിയുന്നില്ല. എന്നിട്ട് അതൊക്കെ ആളുകൾ കഴിച്ച് ഒരുപാട് മാരകമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വിധേയമായതിനു ശേഷം പിന്നീടാണ് ലാബിലൊക്കെ എത്തുന്നത്. എന്തല്ലേ, എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വലിയ നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുള്ളത്. പക്ഷെ മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വല്ലാതെ അടിമപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പഞ്ഞിമിഠായിക്ക്. അവര് പിന്നെ കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്നാണ് ഒരു പിന്നെ കോലിലും കെട്ടിയിട്ട് നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കും കുട്ടികൾ. അത് 5 രൂപ 10 രൂപക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോഴേക്കും അലിഞ്ഞു പോകും. ആ രീതിയിൽ കയ്യിലൊക്കെ കളറുണ്ടായിരിക്കും. അപ്പൊ അത്രയും മാരകമായിട്ടുള്ള വിഷപദാർത്ഥം ഉണ്ട് എന്നുള്ളത് ഇങ്ങനൊരു മിഠായി പരസ്യമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടെത്തുന്നത് എങ്കിൽ നമ്മളുടെയൊക്കെ ആരോഗ്യ സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ആ രീതിയിലുള്ള ആളുകളൊക്കെ എത്രമാത്രം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ അതിന് നിരോധനം വന്നിട്ടുണ്ട്. ഇനി അതേതെങ്കിലും രീതിയിൽ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷയും ഉണ്ടായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇനിയും ഇതുപോലെ വല്ല അന്യ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ വടിയിലും കെട്ടിയിട്ട് ആ മിഠായി ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് വിരുന്നാക്കി മക്കൾക്ക് അത് വാങ്ങി കൊടുക്കണ്ട. എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മറ്റോ അറിയിക്കുക, നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക. അതിന് കുട്ടികളെ പറഞ്ഞ കാര്യമില്ല. ഇത്രയും സാധനങ്ങൾ വല്ല വിവാഹ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തിരക്ക് ഏറ്റവും കൂടുതൽ മുതിർന്ന ആളുകളാണ് വാരി വലിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കുട്ടികളത്ര ബുദ്ധി പോലും ചിലപ്പോൾ മുതിർന്ന ആളുകൾക്കില്ല. എല്ലാത്തിന്റെ പിറകിൽ മുതിർന്ന ആളുകളാണ്. കുട്ടികൾ മൊബൈലിൽ കളിക്കുന്നു എന്ന് പറയും, എന്നാൽ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കളിക്കുന്നത് മുതിർന്ന ആളുകളാണ്. കുട്ടികൾ രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ കുട്ടികൾ ഇറങ്ങിയാൽ പോലും ഉറങ്ങാത്ത ഉമ്മമാരും ഉപ്പമാരുണ്ട്. ചാനലിൽ ന്യൂസ് കണ്ടിട്ടും വെറുതെ ഇരുന്നിട്ട് മൊബൈലിൽ റീൽസ് കണ്ടിട്ടും. ചുരുക്കി പറഞ്ഞാൽ തല തിരിഞ്ഞ ഒരു സിദ്ധാന്തമാണ് ഇന്ന് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, മാനസികാന്തരീക്ഷത്തെ ബാധിക്കും, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും. നമ്മൾ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ രോഗികളായിട്ട് കഴിയേണ്ടി വരും. ആരോഗ്യമല്ല നമുക്ക് ഇന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത്, മാരകമായിട്ടുള്ള രോഗങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ മിക്കപ്പോഴും നമ്മുടെ ഭക്ഷണങ്ങളെ കൊണ്ട് മാരകമായ രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് നമുക്ക് രുചിയുള്ളതേ പറ്റുള്ളൂ. അതിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഉപകരിക്കുമെന്നോ നമുക്ക് ആർക്കും നോക്കാൻ സമയവുമില്ല. ഇനി അത് അറിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വലിയ ഒരു അവസ്ഥയിൽ താളം തെറ്റിയിട്ടാണ് ഇന്ന് കേരളത്തിന്റെ പോക്ക്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭക്ഷണകാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയുമില്ല. പരസ്പരം ചേരാൻ പാടില്ലാത്ത വിരുദ്ധാഹാരങ്ങൾ പോലും ടേസ്റ്റിന് വേണ്ടി വിവാഹ വീടുകളിൽ പോലും കുന്നുകൂട്ടി വെച്ചിട്ട് ആളുകളെ കൊണ്ട് തീറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഇതിലൊക്കെ ഈ കൊടുക്കുന്നവർക്ക് ശ്രദ്ധയില്ല എങ്കിൽ പോലും വാങ്ങി വാരി വലിച്ച് കഴിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും, ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു മൂലയിൽ മരിച്ചതിന് ഫലമായിട്ട് നമ്മൾ അങ്ങനെ കിടന്ന് കാലം കഴിക്കേണ്ടി വരും. എന്താണെങ്കിലും ഇപ്പൊ ഈ പഞ്ഞിമിഠായിക്ക് നിരോധനം വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മക്കളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അവരാരും വാങ്ങി കഴിക്കാതിരിക്കട്ടെ. ഓക്കെ, അതിന് സ്നേഹത്തോടു കൂടി